ഹായ് ഫ്രണ്ട്സ്, സ്റ്റേ ടു ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്ത ചില വർക്കുകളെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നത് തെലങ്കാനയിലെ ഒരു റൈസ് മില്ലാണ്. അപ്പം നമ്മുടെ കേരളത്തിലൊക്കെ റൈസ് വരുന്നത് ഇവിടെ ഇങ്ങനെയുള്ള മില്ലുകളിൽ നിന്നാണ്. അപ്പോൾ ഈ മില്ല് പുതിയതായി സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ അതിന് വേണ്ടിയ മെഷീൻസിന് വേണ്ടിയ ഒരു 10 kV ഓൺലൈൻ UPS ഞാനാണ് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ മില്ലിൻ്റെ അകവും ഭാഗങ്ങളൊക്കെയാണ്, അതിൻ്റെ ഗോഡൗൺ ആണിത്. ഇത് ഇത്രയൊന്നുമല്ല, വലിയതാണ്. പിന്നെ ഈ കാണുന്നത് കൽബുർഗി എന്ന കർണാടകയിലെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു സർവീസിന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്ത ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോയാണ് കൽബുർഗി. പിന്നെ ഇത് മൈസൂർ പാലസാണ്. മൈസൂർ പാലസ് ഞാൻ മൈസൂർ ഒരു സർവീസിന് പോയതാണ്. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ബൈക്കിലാണ് പോയത്. ഏകദേശം ഒരു 150 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ബാംഗ്ലൂർ ടു മൈസൂർ. ഞാൻ അവിടെ ചെന്ന് സർവീസിന് ഞാൻ രാവിലെ 6 മണിക്കാണ് ഇവിടുന്ന് പോയത്. ഏകദേശം അവിടെ ചെന്ന് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ UPSൻ്റെ സ്പെയറുകളിൽ ഒരു ബോർഡ് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്ത കാരണം ഞാൻ പിന്നെ ബാംഗ്ലൂർ വിളിച്ച് പറയുകയും അവർ പറഞ്ഞു ഓക്കെ അത് വോൾവോ ബസ്സിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു. 5 മണിയാകുമ്പോഴത്തേക്ക് മൈസൂർ വരുമെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ 5 മണി വരെയും താമസമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് പോയത്. അപ്പം ബൈക്ക് ഓടിക്കാൻ വേണ്ടി ഞാനൊരു ഫ്രണ്ടുമായിട്ട് പോയിരുന്നു. അദ്ദേഹം ഞാനും ഈ മൈസൂർ പാലസൊക്കെ പോയി കണ്ട് അതിനകത്തൊക്കെ കയറി എല്ലാ ഭാഗങ്ങളും കണ്ടു. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ കണ്ടത് സിൽവർ ഡോറാണ്. അപ്പോൾ ഇത് അതിന് ഉൾഭാഗമാണ്. ആ പാലസിൻ്റെ ഉൾഭാഗത്ത് ഏകദേശം ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാം ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം എനിക്ക് പറ്റുന്നത്രയും മൊബൈലിൽ ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാലസിൻ്റെ ഉൾഭാഗമാണ്. അപ്പോൾ അന്ന് അവിടെ ഈ മൈസൂർ പാലസിൽ അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഫോട്ടോസ് അതുപോലെ വരച്ച് വെച്ചേക്കുന്നതൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ഈ കാണുന്ന ഭാഗം ഈ കാണുന്ന ഭാഗത്താണ് രാജാവ് ഇരിക്കുകയും പ്രജകൾ ആ ഗ്രൗണ്ടുകളിലാണ് പ്രജകളൊക്കെ വന്ന് കൂടുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഉൾഭാഗമാണിത്. അപ്പോൾ ഏകദേശം ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, എന്നാലും എല്ലാം ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വളരെ മനോഹരമാണ് കാണാൻ. അതുപോലെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കുന്നതിനകത്ത് ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്കവിടെ ചെരുപ്പൊന്നും അലൗഡല്ല. നമുക്കവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ തരും. ടോക്കൺ തന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ ടോക്കൺ കൊടുത്താൽ ചെരുപ്പ് നമുക്ക് തിരിച്ച് തരുന്നതാണ്. ഇത് ഒരു സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു രഥം പോലെ, രഥമല്ല പല്ലക്കാണ്, പല്ലക്ക് സ്വർണ്ണമാണ്, സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ പല ഡോറുകളൊക്കെ സിൽവർ ഡോറൊക്കെ ഇതിനകത്ത് ഞാൻ കാണിച്ചിരുന്നു. ഇതിനകത്തൊക്കെ നമുക്ക് ഇത് പീരങ്കിയാണ്, പീരങ്കി. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതുണ്ടോ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നത് തന്നെ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഫോട്ടോയിലൂടെ നമുക്ക് ഏകദേശം കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ലായിരിക്കും. ഉൾഭാഗത്ത് നമ്മൾ സഞ്ചരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യാൻ വാള്, പരിച, കുന്തം അങ്ങനെയുള്ള പല സാധനങ്ങൾ അന്നത്തെ രാജാക്കന്മാർ അവരുടെ പടയാളികളൊക്കെ ഉപയോഗിച്ച പല കാര്യങ്ങൾ, സാധനങ്ങൾ, അവരുടെ ചെയറുകൾ യൂസ് ചെയ്ത പല വസ്തുക്കളും അതിനകത്തുണ്ട്. ഇതിനകത്ത് ഇതൊക്കെയാണ് ആ പാലസിനകത്തെ കാര്യങ്ങൾ. ഇത് അതിൻ്റെ പുറത്ത്, പാലസിൻ്റെ പുറത്ത് വലിയൊരു റോസയുടെ ഗാർഡൻ ഉണ്ട്. ഒരുപാട് കളർ വെറൈറ്റി റോസ പൂക്കൾ അതിനകത്തുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് പാലസിൻ്റെ. ഇതാണ് എൻ്റെ എൻട്രൻസ്. നമുക്കിതിലെയാണ് നമുക്ക് കയറിപ്പോകാം. അതിൽ ഇറങ്ങി വരെ എൻട്രൻസ് ആണ്. ഇത് ഞാൻ തെലങ്കാനയിലെ ഒരു ഹോസ്പിറ്റലിൽ UPSൻ്റെ സർവീസിന് പോയതാണ്. സ്റ്റാർട്ടപ്പ് ഹോസ്പിറ്റലാണ്, 4 നിലയുണ്ട്. അപ്പം ഫസ്റ്റ് ഫ്ലോർ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. സെക്കൻഡ് ഫ്ലോർ മുതലെല്ലാം ICU എല്ലാം ഫ്രീ ആയിട്ട് കിടക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു ഏത് റൂമിൽ വേണമെങ്കിലും താമസിച്ചോളാൻ പറഞ്ഞു. ICU ഉണ്ട്, അതുപോലെ റൂമുകളുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റേ ചെയ്തത് ഈ റൂമിലാണ് ഹോസ്പിറ്റലിൻ്റെ. അപ്പം താഴത്തെ ഫ്ലോറിൽ മാത്രമേ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ളൂ, മറ്റ് കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഇത് ഒരു കമ്പനിയിലെ സർവീസിന് ഞാൻ പോയതാണ്, 80 kV ഓൺലൈൻ UPS. ഇതിൻ്റെ അതിൻ്റെ ഔട്ട്സൈഡ് ഭാഗങ്ങളാണ്. ഇതാണ് 80 kVയുടെ ഒരു ഓൺലൈൻ UPS. ഇതിൻ്റെ AMC ആനുവൽ മെയിൻ്റനൻസ് അതുപോലെ സർവീസ് എല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം നല്ല ഹൈറ്റും ഭയങ്കര സൈസുള്ള UPS ആണ്. അതിൻ്റെ ഉൾഭാഗമാണിത്. അപ്പം ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സ് ഇതിനകത്ത് 3 ഉണ്ട്. 3 ഫേസ് ഇന്ന് 3 ഫേസ് ഔട്ടാണ്. 3:3 എന്ന് പറയും. 80 kV ആണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററീസാണ്. അതുകൊണ്ട് 30 ബാറ്ററീസ് ഇവിടെ ഉണ്ട്. അപ്പം എൻ്റെ ഹെൽപ്പറായിട്ട് എനിക്ക് ജോലി ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. അവനാണ് എൻ്റെ ടോപ്പപ്പ് ഡിസ്റ്റിൽ വാട്ടറൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ കർണാടകയിൽ കൃഷി വിജ്ഞാന കേന്ദ്ര എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്ത ഒരു 10 kV ഓൺലൈൻ UPS ആണ്. അതിൻ്റെ ബാറ്ററീസൊക്കെ സൈഡിലുണ്ട്. ഇത് ഒരു ഹോസ്പിറ്റൽ, ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്ത ഒരു UPS ആണ്. ഇതിൻ്റെയും സർവീസുകളൊക്കെ ഞാനാണ് സാധാരണ ചെയ്യാറുള്ളത്.
ഇതും അതുപോലെ ഒരു സ്ഥാപനത്തിലേക്ക് കൊടുത്ത ഓൺലൈൻ യു പി എസ് ആണ്. ഇത് ബാംഗ്ലൂരിലുള്ള ശോഭ പ്രോജക്റ്റിൻ്റെ ഓഫീസിലേക്ക് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടി ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്ത ഒരു ഓൺലൈൻ യു പി എസ് ആണ്. പിന്നെ കാണുന്നത് ഇതും ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം എന്ന് പറയും. അവിടത്തേക്ക് കർണാടകയിലെ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തതാണ്. ഇതൊരു ബ്യൂട്ടി പാർലറാണ്. അവിടത്തേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്ത ഒരു യു പി എസ് ആണ്. ഇതൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ ഞാനായിരുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു 10 kVയുടെയാണ്. ഇതും ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ലാബിലേക്ക് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ഇതൊരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഞാൻ ഇൻസ്റ്റാളേഷൻ ചെയ്തതാണ്. അവിടെ സർവീസ് കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബാംഗ്ലൂരുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലാണ് ഇത്. അതുപോലെ തന്നെ ഇതും ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്ത ഓൺലൈൻ യു പി എസ് ആണ്. ഇത് ബാംഗ്ലൂരുള്ള ഒരു കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്ത ഒരു യു പി എസ് ആണ്. ഇത് സർവീസുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്ത ഫോട്ടോസാണ്. പിന്നെ കാണുന്നത് ഇത് ബാംഗ്ലൂരുള്ളൊരു വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവർക്ക് അവിടെ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് ഞാൻ പോയപ്പം ആ റോഡിൽ നിന്ന് ആ ബിൽഡിങ്ങിൻ്റെ വ്യൂസ് എടുത്തതാണ്. ഇത് കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ ഒരു സൈറ്റിലേക്ക് 5 kVA ഒരു ഓൺലൈൻ യു പി എസ് 3:3 3 ഫേസ് ഇൻ 3 ഫേസ് ഔട്ട് ഉള്ള ഒരു ഓൺലൈൻ യു പി എസ് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തതാണ് അവിടെ PLCക്കൊക്കെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി. ഇതും അത് തന്നെ കേരളത്തിലെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു സൈറ്റിലേക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇത് ബാംഗ്ലൂരുള്ള ഒരു ഹോസ്പിറ്റലിലെ IT ഡിപ്പാർട്ട്മെൻറ്റിലെ അവർക്ക് വേണ്ടി സർവീസാണ്. ഇപ്പം കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ സർവീസ് ചെയ്യാൻ വേണ്ടി ചെന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അടിച്ച് സർവീസ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണിത്. ഹോസ്പിറ്റലാണ്, അതിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതും ഒരു കൃഷി വിജ്ഞാന കേന്ദ്ര കർണാടകയിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഒരു യു പി എസ് ആണ്. ഇതും അതുപോലെ തന്നെ കർണാടകയിലെ പല ഡിസ്ട്രിക്റ്റുകൾ ഇതും അതുപോലെ തന്നെ ഇത് ഒരു അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഒരു യു പി എസ് ആണ്. കർണാടകയിലെ പല ഡിസ്ട്രിക്റ്റുകൾ തുംകൂർ, രാംനഗര, മാണ്ഡ്യ, അതുപോലെ തന്നെ നിലമംഗല പല സൈറ്റിൽ. ഇത് ബാംഗ്ലൂർ ശിവാജി നഗറിന് അടുത്തൊരു 30 kVA ഓൺലൈൻ യു പി എസ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ലിഫ്റ്റിന് വേണ്ടിയും അതുപോലെ ആ ബിൽഡിങ്ങിൻ്റെ 2 ഫ്ലോറിലേക്കുള്ള പവർ വേണ്ടിയാണ്. ഇത് കേരളത്തിലെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു സ്റ്റേഷനിലേക്ക് ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്തതാണ്. ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു യു പി എസിൻ്റെ റെക്ടിഫയർ സെക്ഷൻ പോയപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തതാണ്. ഇതൊരു സ്ഥലത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്ത ഒരു 10 kVA ഓൺലൈൻ യു പി എസ് ആണ്. ഇതും അതുപോലെ കൃഷി വിജ്ഞാന കേന്ദ്ര യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഇതൊക്കെ ചിലത് സർവീസാണ്. സർവീസുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. ഇനിയും കാണുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഉള്ളൊരു യു പി എസ് ഞാൻ സർവീസ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അവിടുത്തെ സർവീസുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ എടുത്ത ഫോട്ടോസാണ്. ഇതും ഒരു സ്ഥാപനത്തിലേക്ക് ചെയ്തു കൊടുത്തേക്കുന്ന ഓൺലൈൻ യു പി എസ് ആണ്. ഇതും കൃഷി വിജ്ഞാന കേന്ദ്ര കർണാടകയിലുള്ള ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് ചെയ്തു കൊടുത്തേക്കുന്നത്. കർണാടകയിലെ മിക്ക ഡിസ്ട്രിക്റ്റുകളിലും ഞാനാണ് ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലേക്കുള്ള ഓൺലൈൻ യു പി എസ് ഇൻസ്റ്റാളേഷൻ അതുപോലെ സർവീസൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊരു അപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ്. ഇതൊരു സർവീസുമായി ബന്ധപ്പെട്ട IGBT മൊഡ്യൂളാണ്. ഇൻവെർട്ടറിനകത്ത് മോസ്ഫെറ്റ് യൂസ് ചെയ്യുന്ന പോലെയുള്ള IGBTയുടെ മൊഡ്യൂൾസാണ്. അപ്പം ഓൺലൈൻ യു പി എസുകളിൽ സാധാരണ IGBT മൊഡ്യൂൾസാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഇതും ഒരു ഓൺലൈൻ യു പി എസ് ആണ്. ഇത് 2 യു പി എസ് ഉണ്ട്. 2 യു പി എസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 20 kVയും ഒരെണ്ണം 15 kV. രണ്ടും ഞാനാണ് ഇൻസ്റ്റാളേഷൻ ചെയ്തത്. ഇതൊരു IT കമ്പനിയാണ്. IT കമ്പനിക്ക് വേണ്ടി ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തതാണ്. ഇപ്പം ഒരെണ്ണം 20 kVയുടെയും ഒരെണ്ണം 15 kVയുടെയും ഓൺലൈൻ യു പി എസ് ആണ്. ഇത് വേറൊരു IT കമ്പനിക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ്. ഇത് 20 kVയുടെ ഓൺലൈൻ യു പി എസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷന് കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തത്. അപ്പം സർവീസ് കംപ്ലൈൻറ്റുകൾ വരികയാണെങ്കിൽ ഞാനാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു സൈറ്റിലേക്ക് ചെയ്തതാണ്. അപ്പോൾ അതിന് അഡീഷണലായിട്ട് കുറച്ച് സെറ്റിങ്സൊക്കെ നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 80 kVയുടെ ഓൺലൈൻ യു പി എസ് ആണ്. അതിൻ്റെ സർവീസിന് ഞാനപ്പോൾ എടുത്ത ഫോട്ടോസാണ്. പിന്നെ ഉള്ളത് ഇതൊരു ഈ ഫ്ലൈയിങ്ങിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ എയർഫോഴ്സിൻ്റെ ഒരു ഭയങ്കര ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഓപ്ഷനാണ്. അത് റീപ്ലേസ് ചെയ്തതാണ്. ഇത് ഞാൻ സർവീസിന് പോകുമ്പോൾ എടുത്തൊരു ഫോട്ടോയാണ്. ഇത് ബാംഗ്ലൂരുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞാൻ അവരുടെ ലാബിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്ത
UPSൻ്റെ ഫോട്ടോയാണ്. ഇത് ഞാൻ ഒരു ബാംഗ്ലൂർ ടു തിരുനെൽവേലിയിലേക്ക് പോയതാണ്. അപ്പോൾ അങ്ങനത്തെ പോയ ട്രിപ്പിൽ അവിടെ ഒരു UPS ഇൻസ്റ്റാളേഷന് വേണ്ടി പോയതാണ്, ബാംഗ്ലൂരിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക്. അപ്പോൾ അവിടെ നിന്നൊക്കെ പോയ സമയത്ത് ഇന്നോവയിലായിരുന്നു പോയത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഞാനും റൂമൊക്കെ എടുത്തു, കെ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ റൂമൊക്കെ എടുത്തു. നല്ല റൂമൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ട സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്ത് കംപ്ലൈൻ്റൊക്കെ റെഡിയാക്കി കൊടുത്തിരുന്നു. അപ്പോൾ ആ സ്ഥാപനം എന്ന് പറഞ്ഞൊരു മെത്ത. അപ്പം ഇത് ഞാൻ ശിവാജി നഗറിൽ ഇൻസ്റ്റാളേഷൻ ചെയ്ത ഒരു 30 kVയുടെ UPS ആണ് മുൻപ് കണ്ടത്. ഇത് 10 kVയുടെയാണ്. ഇത് ഒരു IT കമ്പനിക്ക് വേണ്ടി ചെയ്തതാണ്, ഇൻസ്റ്റാളേഷൻ ചെയ്തതാണ്. പിന്നെ കാണുന്നത് ഇതൊരു ഹോസ്പിറ്റലാണ്, ഒരു ഹോസ്പിറ്റലിലേക്ക് വെച്ച് കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഇതും യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ നോക്കണ്ടോ, ഇതും ഒരു കർണാടകയിലെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്ര, ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെയ്തതാണ്. ഇത് ബാംഗ്ലൂരിലുള്ള ഒരു IT കമ്പനിയിലേക്ക് ഞാൻ സർവീസിന് പോകുമ്പോൾ അവിടുന്ന് ലൊക്കേഷൻ കറക്റ്റായിട്ട് ഫോട്ടോ എടുത്തതാണ്. ഇതും ഒരു ഓൺലൈൻ UPS ആണ്. ഇത് ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്തത് ഞാനാണ്. ഇത് സ്ഥാപനം ഓപ്പൺ ആയിട്ടില്ല. ഇത് ജസ്റ്റ് വർക്ക് ഫിനിഷ് ആയപ്പോൾ ഞാൻ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തതാണ്. എന്ത് സ്ഥാപനമാണെന്നുള്ള കാര്യം പിന്നീട് എനിക്ക് മനസ്സിലായിട്ടില്ല. ജസ്റ്റ് റൂം മാത്രം ഓപ്പൺ ആയിരുന്നു. ഇത് ഒരു സർവീസാണ്. ഇതൊരു ബോംബെയിൽ ഒരു ഹോസ്പിറ്റലിലെ സർവീസിന് ഞാൻ പോയതാണ്. അപ്പോൾ അവിടുത്തെ ഈ UPSൻ്റെ അകത്ത് ഒരു ചെറിയൊരു എലി അങ്ങോട്ട് കയറി ഷോർട്ടായിട്ട് കംപ്ലൈൻ്റ് ആയതാണ്. അപ്പം ഞാനാണ് അവിടെ ആ സൈറ്റിൽ ബാംഗ്ലൂർ ടു ബോംബെയിലേക്ക് പോയി, മുംബൈയിൽ ചെന്നത്, സർവീസ് കംപ്ലൈൻറ്റ് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് തിരിച്ചു വന്നത്. പിന്നെ ഇത് ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു ഇതിന് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു 5 kVയെ ഓൺലൈൻ UPS ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നെ ഇതെല്ലാം ഓൺലൈൻ UPSകളാണ്. കൂടുതലും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഓൺലൈൻ UPS ആയിരുന്നു. ഓൺലൈൻ UPS ആണ് അപ് ടു 100 kVക്ക് മുകളിൽ വരെ ഞാൻ സർവീസ് ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇത് ഞാൻ കർണാടകയിലെ തുംകൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അവിടത്തേക്ക് ഞാനാണ് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തത് 15 kVയെ ഓൺലൈൻ UPS. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ് ബാംഗ്ലൂർ, ഇത് ബാംഗ്ലൂർ ഞാൻ ചെയ്ത് കൊടുത്തതാണ്. ഇത് രാംനഗർ എന്ന് പറഞ്ഞ, കർണാടകയിലെ രാംനഗർ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിൽ അവിടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെയ്ത് കൊടുത്തത്, ഇൻസ്റ്റാളേഷൻ സർവീസൊക്കെ ചെയ്തത് ഞാനാണ്. ഇത് ഞാൻ ഒരു 80 kVയുടെ ഓൺലൈൻ UPSൻ്റെ സർവീസിന് AMCക്ക് ചെന്ന് കാര്യങ്ങൾ കാലിബ്രേഷൻ ചെക്കിങ് ചെയ്തതാണ്. ഇത് നേരത്തെ പറഞ്ഞതാണ്. ഇത് ഒരു ബാംഗ്ലൂരിലൊരു ഹോസ്പിറ്റലിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തതാണ്. ഇതൊരു ബാംഗ്ലൂരിലുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അവരുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഞാനാണ് കംപ്ലൈൻറ്റ് വരുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇത് അത് തന്നെയാണ്, ആ റെസ്റ്റോറൻറ്റിലെ UPS ആണ്, അത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ അതുപോലെ AMC ഒക്കെ ഞാനാണ് ചെയ്തത്. ഇതൊരു ലിഫ്റ്റിൻ്റെ പാനൽ ബോർഡാണ്. അപ്പോൾ ലിഫ്റ്റിന് UPS വെക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ ലിഫ്റ്റ് എത്ര ആംബിയർ റണ്ണിങ്ങിൽ സർജൊക്കെ എത്ര എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇതൊരു സർവീസിന് എന്നെ വിളിച്ചാണ് ഞാൻ ചെന്ന് സർവീസ് ചെയ്തിട്ട് വന്നു. ഇതൊരു അപ്പാർട്ട്മെൻറ്റിൽ വെച്ചേക്കുന്ന ഓൺലൈൻ UPS ആണ്. ഓൾറെഡി അവിടെ ജെൻസെറ്റ് ഉണ്ട്, വന്നാലും കറണ്ട് പോകുമ്പോൾ ആ ഒരു ഡിലേ മാറ്റാൻ വേണ്ടി അവർ വെച്ചേക്കുന്നതാണ്. ഇതും ആ അപ്പാർട്ട്മെൻറ്റിലുള്ള ഓൺലൈൻ UPS തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. പിന്നീട് കാണുന്നത് ഇതൊരു 80 kVയുടെ സർവീസാണ്, 80 kV ഓൺലൈൻ UPSൻ്റെ സർവീസാണ്. അപ്പോൾ അതിൻ്റെ AMC അതുപോലെ കംപ്ലൈൻറ്റുകളെല്ലാം ഞാനാണ് സർവീസ് ചെയ്യുന്നത്. ഇത് ശോഭ പ്രോജക്റ്റ് അവർ നടത്തുന്ന കൺസ്ട്രക്ഷൻ്റെ ഫീൽഡിൽ തന്നെ അവരുടെ ഓഫീസ് റൂമിലേക്കുള്ള ഒരു സൈറ്റാണ്. ഇത് ഒരു ബാംഗ്ലൂർ ഒരു ഫേമസ് IT കമ്പനിയാണ്. അവർക്ക് 2 UPS വെച്ചിട്ടുണ്ട്. അത് രണ്ടും സർവീസ് AMC ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരെണ്ണം മുകളിൽ കാണുന്നത് സ്റ്റാറ്റിക് ബൈപ്പാസാണ്, ഒരെണ്ണമാണ് ഓൾറെഡി റണ്ണിങ്. എന്തെങ്കിലും കാരണവശാൽ ഒരെണ്ണം റൺ ഔട്ട് ആയി കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് UPS ആണ് അതിൻ്റെ ലോഡ് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഓപ്ഷൻ ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞ ബോംബെയിൽ ഒരു കംപ്ലൈൻറ്റ് ആയതിന് ഹോസ്പിറ്റലിൽ വെച്ചേക്കുന്ന UPS ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഞാനാണ് സർവീസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കംപ്ലൈൻറ്റ് സോൾവ് ചെയ്ത് ഞാനാണ്. ഇങ്ങനെയുള്ള വോൾവോ സ്ലീപ്പറിലാണ് ഞാൻ സാധാരണ സർവീസിന് യാത്ര ചെയ്യാറുള്ളത്. നൈറ്റ് യാത്ര ചെയ്താൽ പകലോടെ രാവിലെ ഇവിടെ എത്തും. ഇത് മാണ്ഡ്യ എന്ന് പറഞ്ഞ കർണാടകയുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്തൊരു UPS ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ ഒരുപാട് സർവീസുകൾ ഓൺലൈൻ UPSൻ്റെ ഇത് സർവീസുമായി റിലേറ്റഡ് ആണ്. ഞാൻ സർവീസ് ചെയ്ത അതിൻ്റെ ഫോട്ടോയാണ്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ നമുക്കില്ല, കാരണം ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കൂടുതൽ അതുകൊണ്ട് ഫോട്ടോയാണ് ഞാൻ കൂടുതൽ എടുക്കാറുള്ളത്.
പിന്നെ ഈ ഇനിയും കാണുന്നത് ഇത് ഒരു IT കമ്പനിയുടെ UPSൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ സെക്ഷനാണ്. അപ്പോൾ അത് മൊഡ്യൂളാണ്, അത് കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാനാണ് റീപ്ലേസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തതാണ്. ഇതും ഒരു റെക്ടിഫയർ മൊഡ്യൂളാണ്, അതും ഷോർട്ടായി കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാനാണ് റീപ്ലേസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.